ഇരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഭംഗി അതൊന്നുകൂടെ ചുരുക്കി സന്തോഷത്തിനൊപ്പമാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ കടപ്പുറം സത്യത്തിൽ അതൊരു ചരിത്ര നിയോഗമാണ്. ഭാവനയും സ്വപ്നങ്ങളും ചേർത്ത് ഒരു ലോകത്തെ കാണാൻ ആദ്യമായി നമ്മെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ പടമെടുത്ത കടപ്പുറമാണ് ഇത്, എസ്.കെ. പൊറ്റക്കാടിന്റെ കടപ്പുറം. അങ്ങനെ പൊറ്റക്കാട് വൈഡാങ്കളിൽ വെച്ച ഒരു ക്യാമറയെ കുറെ കൂടെ ക്ലോസ് ഷോട്ടിലാക്കി നമുക്ക് തന്നത്, നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നത് ജോർജ് മാലറിയുടെ കഥ, എവറസ്റ്റ് കയറാൻ പോയ കഥ പറയാറുണ്ട്. എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ അതിന് ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് ജോർജ് മാലറി പറഞ്ഞ ഉത്തരം ബിക്കോസ് ഇറ്റ്സ് ദേർ എന്നാണ്. അതവിടെ ഉണ്ട് എന്നാണ്. അതവിടെ ഉണ്ട്, നിങ്ങളത് കാണേണ്ടതുണ്ട് എന്ന് നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനൊപ്പമാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്ന സന്തോഷം ആമുഖമായി പങ്കുവെച്ചുകൊണ്ട് 2050 കേരളം എങ്ങനെയായിരിക്കും എന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയെ നിങ്ങൾ ഏവർക്കും വേണ്ടി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാം സീസണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2050 കേരളത്തിലേക്ക് പോകും മുമ്പേ നമുക്ക് ഇന്നത്തെ കേരളത്തെ ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കാണാത്ത ലോകങ്ങൾ കണ്ട, നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട, ഈ നാട് ഇങ്ങനെയാണോ ആവേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത് എന്ന വൈരുദ്ധ്യത്തെ ഉള്ളിൽ പേറുന്ന ഒരാളാണ് എന്നതുകൊണ്ട് സംതൃപ്തനാണോ ഇന്ന് കാണുന്ന കേരളത്തിൽ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ 50% സംതൃപ്തരും 50% അസംതൃപ്തരുമാണ് ഞാൻ. കേരളത്തിലെ പല കാര്യങ്ങൾ നമുക്ക് അഭിമാനം നൽകുന്നതാണ് എന്ന് ഈ ലോകയാത്ര എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ലോകത്തിൻ്റെ അഭിമാനമായ നാടായി മാറാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ലോകം ആദരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട്, സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള മനുഷ്യർ നമ്മളാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മളുടെ ചെറുപ്പക്കാരെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളെല്ലാം ചൂണ്ടയിട്ട് കുത്തിക്കൊണ്ടു പോകുന്നതോ, അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതോ, അവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്നതോ അതൊക്കെ. എന്നാൽ അസംതൃപ്തിയുടെ ഒരു പ്രധാന കാരണം ഇത്ര മിടുക്കരായ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഈ മനുഷ്യരെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. നാളെ അവരെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അവരില്ലാത്തൊരു കേരളത്തിലായിരിക്കുമല്ലോ ഇവിടെ അവശേഷിക്കുന്നവർ ജീവിക്കേണ്ടി വരുന്നത് എന്നത് അവർക്ക്, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന, പ്രലോഭനം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് പലതും ഇല്ലാതെ പോകുന്നല്ലോ എന്നുള്ളത് നമ്മളെ നിരാശയുണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഈ രണ്ട് ഭാഗങ്ങൾ. എങ്ങനെയാണ് ഈ നിരാശയെ മറികടക്കാനാവുക എന്നതായിരിക്കും ഒരുപക്ഷെ 2050 കേരളത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ നമ്മളുടെ നോട്ടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കാണുന്ന കേരളത്തെയോ ഭാവി കേരളത്തെയോ ഇങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് ഞങ്ങളോട് പറയാൻ വേണ്ടി കൂടെ ആവണം താങ്കൾ ഇത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടാവുക. നാളത്തെ കേരളം നിർമ്മിക്കാൻ വേണ്ടി നടത്തിയ യാത്രകളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ മറികടക്കാനാവും ഈ 50% നിരാശയെ? ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, കുറെ മനസ്സുകളുണ്ട്, മനോഭാവങ്ങളുണ്ട്. അതാരൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളീ പലർക്കും അറിയാം അതാരൊക്കെയാണെന്ന്. നമ്മള് റിസോഴ്സ് കൊണ്ട് അനുഗ്രഹീതരാണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പലരും കരുതുന്നത് കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ എണ്ണ കിട്ടില്ല, കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ സ്വർണം കിട്ടില്ല, ഖനിജങ്ങളൊന്നും കിട്ടാനില്ല, അങ്ങനെയുള്ളൊരു നാടാണ് എന്ന് പറയുമ്പോൾ കണ്ണു തുറന്ന് നോക്കുന്നവന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അമിതമായുള്ള ഒരു നാടാണിത്. ലോകത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്, നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും ശാസ്ത്രകാരന്മാരും ഒക്കെ പറയാനുള്ള കാര്യമുണ്ട്. അടുത്ത ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ലോകത്തുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാറ്. ശുദ്ധജലത്തിന്റെ ലഭ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ.
ശുദ്ധജലത്തിൽ വർഷത്തിൽ ഒരു തവണ മുങ്ങിപ്പോകുന്ന ജനങ്ങളാണ് നമ്മൾ. ശുദ്ധജലത്തിൽ മുങ്ങിപ്പോയി നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികള് വള്ളവുമായിട്ട് വന്ന് നമ്മളെ ആ ശുദ്ധജലത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന നാടായത്. നമ്മുടെ ആകാശത്തിന് മീതെ വരുന്ന മേഘങ്ങൾ പെയ്ത് കേരളത്തിന് ആവശ്യമുള്ളത് മാത്രമല്ല അനാവശ്യമായിട്ടും വെള്ളം വീണ് അത് കലങ്ങി ചെളിയായി അറബിക്കടലിൽ ചെന്ന് വീഴുന്നൊരു നാടായത്. ഈ വെള്ളത്തെ ശാസ്ത്ര സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവശ്യമുള്ള ആ സമയത്ത് വിണ്ടു വരണ്ട് കിടക്കുന്ന നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുത്ത് കാശാക്കി മാറ്റാമെന്ന് ചിന്തിക്കാനുള്ള പ്രതിഭ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കുണ്ടാവാതെ പോകുന്നതുകൊണ്ടാണ് അത് പ്രളയമായി മാറുന്നത്. ആ പ്രളയത്തെ വിറ്റ് കാശാക്കാനുള്ള പ്രതിഭയാണ് നമുക്കുണ്ടാവേണ്ടത്. ശുദ്ധജലത്തിന് നമ്മൾ മുങ്ങിക്കിടന്ന നമ്മളെ മുക്കിക്കൊന്ന ആ ശുദ്ധജലത്തിനും പല നാടുകളിലും ലിറ്ററിന് 15 രൂപ വിലയുണ്ടെന്ന് ഓർക്കണം. ലിറ്ററിന് 15 രൂപയുള്ള വെള്ളത്തിലാണ് നമ്മൾ മുങ്ങിപ്പോയത്, അല്ലെങ്കിൽ 20 രൂപ വിലയുള്ള സാധനം. ഇങ്ങനെയാണ് നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ സാധ്യതകളിലേക്ക് തിരിയേണ്ടത്. ഇതിനെ എങ്ങനെ പാക്കേജ് ചെയ്യാം, ഇതിനെ എങ്ങനെ വിപണിയിൽ എത്തിക്കാം, ഇതിനെ എങ്ങനെ ബ്രാൻഡാക്കാം എന്നുള്ള ചിന്ത. ഞാൻ ഒരിക്കല് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഖത്തർ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേ ആയി. ഞാൻ പുറപ്പെട്ട രാജ്യത്ത് നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയത് കൊണ്ട് ഖത്തറിൽ ദോഹയിലെത്തിയപ്പോൾ എനിക്ക് ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ് ചെയ്തു. അത് എയർലൈനിന്റെ തന്നെ കുഴപ്പമായതുകൊണ്ട് അവര് ഈ എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് മുറി തന്നു. എയർപോർട്ട് പുതിയ എയർപോർട്ടാണ്, അതിനകത്ത് തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്, അതിനകത്ത് താമസിക്കാം. പക്ഷെ ഒറ്റ കുഴപ്പം, പിറ്റേ ദിവസം രാത്രി അടുത്ത ഫ്ലൈറ്റ് വരെയുള്ള 24 മണിക്കൂർ ആ ഹോട്ടൽ മുറിക്കകത്ത് നിന്ന് വേറെങ്ങും പോകാൻ പറ്റില്ല. കാരണം ആ രാജ്യത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വിസയില്ല, പോകാൻ പറ്റത്തില്ല. അവരവിടെ താമസിക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഭക്ഷണം കിട്ടും. അപ്പോൾ ആ ഇരുന്ന സമയം കൊണ്ട് പകൽ സമയം ഒരു പകല്, പിറ്റേ ദിവസം പകലിന്റെ പകുതി അവിടെ ഇരുന്നപ്പോൾ പലതരം ബ്രോഷറുകള്, ബുക്കുകൾ ഇതെല്ലാം വായിച്ചു തീർത്തു. ബുക്കുകളെല്ലാം ചില മാസികകളൊക്കെയാണ്. അവസാനം എന്തെങ്കിലും വായിക്കാൻ നോക്കി അവസാനം അവിടെ ഒരു വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്, അതിന്റെ പുറകില് കഥ വായിക്കാൻ തീരുമാനിച്ചു. അതെവിടെ മാനുഫാക്ചർ ചെയ്തു, എങ്ങനെ മാനുഫാക്ചർ ചെയ്തു. അവിടെ ഇരിക്കുന്നത് ഫിജി എന്ന് പറയുന്ന ഫിജി വാട്ടർ എന്ന് പറയുന്ന ഒരു കുപ്പി വെള്ളമാണ്. അതിന്റെ പുറകിലെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫിജി എന്ന് പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂപ്രദേശത്തിന്റെ നേരെ മറുവശത്ത്, അതായത് നമുക്ക് അതിൽ കൂടുതൽ പിന്നെ യാത്ര ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ ഭൂമിയുടെ മറ്റേ അറ്റത്തുള്ള ഒരു ഭൂഭാഗത്ത് നിന്ന് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നു അവിടുത്തെ വെള്ളത്തിന്റെ മഹത്വമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വെള്ളത്തിൽ ഇന്ന മിനറലുകളുണ്ട്, ഇത്ര ശുദ്ധതയുണ്ട്. ആ വെള്ളം ഫിജിയിൽ നിന്ന് കൊണ്ടുപോയി ഖത്തറിൽ വിൽക്കാമെങ്കിൽ, ദുബായിൽ വിൽക്കാമെങ്കിൽ, UAE വിൽക്കാമെങ്കിൽ തീർച്ചയായും കേരളം എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്താൽ, ഇതുപോലെ നല്ലൊരു കഥ മെനയാൻ നമുക്ക് പറ്റിയാൽ, കേരളത്തിന്റെ മഹത്വമൊക്കെ ഒരു കുപ്പിയിലാക്കി ഞങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വിൽക്കാവുന്ന വെള്ളമാണ് ഈ പ്രളയജലം എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ കേരളത്തിന്റെ സാധ്യതകൾ. ഈ സാധ്യതകളെ കുറിച്ച് ഈ മട്ടിൽ ചിന്തിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ വൃന്ദവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ തലമുറയും ഉണ്ടാകുമ്പോൾ 50 വർഷം വേണ്ട, 25 വർഷം കഴിയുമ്പം ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി മലയാളിക്ക് മാറാൻ കഴിയുന്നുള്ളത് സംശയമില്ല. മലയാളിക്ക് വേണ്ടത് മലയാളി അർഹിക്കുന്ന ഒരു നേതൃത്വമാണ്. അവരെ ചെവിയെ പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടി വരും. ചില സമയത്ത് പുറത്ത് തലോടേണ്ടി വരും, ചില സമയത്ത് നിറകയിൽ ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും. മലയാളിക്ക് ഏത് സമയത്ത് എന്ത് കൊടുക്കണമെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മലയാളി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണെന്നാണ് ബുർജ് ഖലീഫ പണിതപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ വലിയൊരു ശതമാനം മലയാളികളാണ് എന്ന്. ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കുന്നിടത്ത് മലയാളിയുടെ കൈകളുണ്ട്, തലച്ചോറുണ്ട്. നാസയിൽ മലയാളിയുണ്ട്, ചന്ദ്രയാനിൽ മലയാളിയുണ്ട്, സൂര്യദൗത്യത്തിൽ മലയാളിയുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നിടത്ത് മലയാളിയുണ്ട്. എന്നാൽ മലയാളികളുള്ളിടത്ത് മലയാളി എന്തായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം.